എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ചില ഇരുട്ടറകൾക്കകത്ത് ഇന്ന് പ്രകാശം വരും. നിന്റെ ലൈഫിനെ തീർക്കുന്ന ഇരുട്ടായത്, പക്ഷേ ആ ഇരുട്ട് പ്രകാശിക്കാൻ പോവാ. കാരണം നിന്റെ വിഷയത്തിൽ ദൈവം ഇടപെടാൻ പോവാ. എത്ര പേര് അതിന് ആമീൻ പറയും? എത്ര പേര് അതിന് ആമീൻ പറയും? ഞാനൊരു കൊച്ചു അനുഭവം പറഞ്ഞേച്ച് ദൂതിലോട്ട് വരാം. ഒരിക്കലൊരു മനുഷ്യൻ എൻ്റെ അടുക്കൽ വന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ടെസ്റ്റിമണി പറഞ്ഞു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 പെൺപിള്ളാരും 1 മകനും അടങ്ങുന്ന 3 മക്കളടങ്ങുന്ന ഒരു കുടുംബം. ശ്രദ്ധിച്ചു കേൾക്കണം. ആ മകനെ പഠിക്കാൻ മംഗലാപുരത്ത് വിട്ടു. പഠിക്കുന്ന സ്ഥലത്ത് വെച്ച് എന്തോ ഒന്ന് കണ്ട് ഭയപ്പെട്ടു. പിന്നെ അവൻ തന്നെത്താൻ ആന്തി കീറും ഒരു മാനസിക രോഗിയായി മാറി. നീണ്ട 140 ദിവസം ഒരു സെല്ലിനകത്ത് അവനെ അടച്ചു. പല പ്രാവശ്യം ഇലക്ട്രിക് ഷോക്ക് കൊടുത്തു. അപ്പൻ വിഷമിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകം, ഇവൻ ഭ്രാന്തനായത് മാത്രമല്ല, 2 പെൺകുട്ടികൾ വിവാഹപ്രായം നിൽക്കുക. ഈ മാനസിക രോഗിയുടെ പെങ്ങന്മാരെ കല്യാണം കഴിക്കുമോ? ചോദ്യ. ഒത്തിരി പാസ്റ്റർമാരെ വിളിച്ച് പ്രാർത്ഥിച്ചു. ആ മനുഷ്യൻ പറയുക, എൻ്റെ മോൻ സൗഖ്യമായില്ല. പുള്ളി വിവരിക്കുക, ഒരു ദിവസം രാത്രി ഒരു 2 മണിയായി കാണും പാസ്റ്ററെ, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നം ഇതാണ്, എൻ്റെ മകൻ ഒരു ഇരുട്ടറയ്ക്കകത്ത് കിടക്കുന്നു. സ്തോത്രം. പുള്ളി കാണുക, സ്വപ്നം കൊല്ലിയാൻ മിന്നുന്ന പോലെ 2 മിന്നൽ മിന്നി. ആ മിന്നിയ മിന്നൽ എൻ്റെ മോൻ കിടക്കുന്ന ബെഡ്റൂമിനകത്ത് വെച്ച സ്റ്റീൽ പാത്രത്തിൽ തട്ടിയിട്ട് ആ മിന്നലിൽ ആ സ്റ്റീൽ പാത്രം കത്തി ആ മുറി മുഴുവൻ പ്രകാശമായി. ഇതാ സ്വപ്നം. ഉറക്കത്തിൽ നിന്ന് രാത്രി എഴുന്നേറ്റ് ചെന്ന് ഉറങ്ങിക്കിടന്ന് കമന്ന് കിടങ്ങുറങ്ങുന്ന മോൻ്റെ തലേ കൈവച്ച് അപ്പനൊറ്റ പ്രാർത്ഥന. അപ്പന് കൃപാവരമൊന്നുമില്ലെന്നേ. പ്രാർത്ഥിച്ച അപ്പം പോയി കിടന്നുറങ്ങി. നല്ലതായിട്ട് ഉറങ്ങി. രാവിലെ 6:30 ആയപ്പോൾ അപ്പൻ എഴുന്നേറ്റ് വന്നപ്പം മോൻ കുളിച്ച് ബ്രഷ് ചെയ്ത്, സ്തോത്രം, കിച്ചണിൽ പോയി അമ്മയുടെ നിന്ന് കാപ്പി വാങ്ങിച്ചുകൊണ്ട് അപ്പന് കൊടുക്കുക. അന്ന് രാത്രി നീണ്ട 2-3 വർഷമായി ഇവനെ ഭ്രാന്തനാക്കിയ ആ ഇരുട്ട് അവനെ വിട്ടുപോയി. ചില ഇരുളറയ്ക്കകത്ത് ഈ ദിവസങ്ങളിൽ പ്രകാശം ഉദിക്കും. നിന്റെ ഹൃദയത്തിൻ്റെ ഇരുട്ടറയ്ക്കകത്ത് ഇനി വെളിച്ചം കാണത്തില്ലെന്ന് പറഞ്ഞ വിഷയത്തിനകത്ത് ഇന്നൊരു പ്രകാശം